എന്തും ഇഷ്ടമാണെന്ന്, നിന്നോടൊന്നും സ്നേഹമാണെന്ന്. ഏതേൻ ഏതേൻ എൻ്റെ സ്വപ്നമാണ് വാവയുടെ ഒരു ബാപ്റ്റിസം. അപ്പോൾ അതെന്തായാലും നടക്കാൻ പോകുന്നു. നിങ്ങളെ കുറേ നാളായിട്ട് ഇങ്ങനെ അത് ചെയ്യണം, ബാബയ്ക്ക് ഇത് ചെയ്യണം, ഇങ്ങനെ നോക്കി 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 ഇരുന്ന ഒരു ദിവസമാണ്. അതെ, അപ്പോൾ ഞങ്ങൾ വെയിറ്റിങ്ങിലാണ്. എല്ലാം ദൈവം അനുഗ്രഹിച്ച് എല്ലാം നല്ലതുപോലെ നടക്കുമെന്ന് വിചാരിക്കും. ഇവിടുന്ന് കളിക്കാല്ലോ, കളിക്കാല്ലോ. Without you, I fall apart. You're the one that guides my heart. വളരെ എക്സൈറ്റഡ് ആണ് വാവയുടെ ബാപ്റ്റിസത്തിൽ. വാവയെ പള്ളിയിൽ കൊണ്ടുപോകുമ്പോഴും കരയുമോ എന്നുള്ള ടെൻഷനൊക്കെ എല്ലാം ഉണ്ട്. എല്ലാം നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കരയത്തില്ല എന്നുള്ള പ്രതീക്ഷയിലാണ്. പിന്നെ അവൾക്ക് സമയത്തിന് ഫുഡ് കിട്ടിയാലും ഒക്കെയാണ്. അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല, കൂളാണ്. എല്ലാവരുമായിട്ടും മിങ്കിളാവും, പെട്ടെന്ന് എല്ലാവരുമായിട്ട് സഹകരിക്കും. അങ്ങനെയുള്ള ആളെ ആരെടുത്താലും പോകും, ആരെ കണ്ടാലും ചിരിക്കും. അതാണ് എല്ലാവരും പറയുന്നത്, ആരെ കണ്ടാലും ചിരിക്കും. For this child I have prayed, and you heard my cry. For this baby I had faith, and you gave new life. ഈശോയെ, നിന്റെ ജ്ഞാനസ്നാനം സ്വീകരിച്ചതുപോലെ ഈ പൂതും ഈ ബാലകനെ നിന്റെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു. ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ ദൈവ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്നു. ഇറങ്ങിയതുപോലെ ഈ പരിശുദ്ധാത്മാവിന്റെ പല ദാനങ്ങൾ കൊണ്ട് ഈ ബാലകനെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ അമ്മേ സ്വസ്തി. കർത്താവ് സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടോളാം. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തനെ തന്നെ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സംഗീതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയും. അവിടെ നിന്നും വീടിൻ്റെ കിടയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടെ നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചെറുതിന് കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കണ്ട. നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതത്തിൽ നിവാസം അർപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാതെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടെ നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വലിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും, യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മരിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നൽകുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ പെരുമാറും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നോക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. In this moment now I pray, and I vow to you this day I dedicate this baby back to you. I dedicate myself to train and love them like you do. I will do my part. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതും അതേപോലെ തന്നെ വളരെ പരിശുദ്ധവുമായ ഒരു ചടങ്ങാണ്. ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഒരു വ്യക്തിയെ
ആ കുട്ടി ദൈവത്തിൻ്റേതായി മാറുകയുമാണ്. അത് ഒരു ദിവസത്തേക്കല്ല, എന്നേക്കുമായി ദൈവത്തിൻ്റെ മകനായി മകളായി മാറുന്ന ചടങ്ങാണ് മാമോദീസ. യേശുക്രിസ്തു മാമോദീസ സ്വീകരിച്ചപ്പോൾ പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് സ്വരമുണ്ടാവുകയും ആ യേശുക്രിസ്തു ആരാണ് എന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. അതേപോലെ തന്നെ യേശുക്രിസ്തുവിനെ തൻ്റെ മകനായി ദൈവം അംഗീകരിക്കുകയാണ്. അതേപോലെ മാമോദീസ സ്വീകരിക്കുന്ന ഓരോ കുട്ടിയെയും പിതാവായ ദൈവം തൻ്റെ മകനാണ് മകളാണ് എന്ന് ഇവിടെ വ്യക്തമായി എടുത്തു പറയുകയും കൂടിയാണ്. ഇത് ദൈവവും നാമുമായുള്ള ബന്ധം, ദൈവവും തൻ്റെ സൃഷ്ടികളായ മനുഷ്യരുമായുള്ള ബന്ധം അതിൻ്റെ ഏറ്റവും പരമോന്നതമായ അർത്ഥത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തരികയും മനസ്സിലാക്കുകയും നമ്മൾ അതനുസരിച്ച് ജീവിക്കുവാനുള്ള ആഹ്വാനവുമാണ് മാമോദീസായിക്കൊണ്ട്. നമുക്കെല്ലാവർക്കും ഈ ചടങ്ങിൽ വളരെ ഭക്ത്യാദരപൂർവ്വം പങ്കെടുക്കാം. നിങ്ങളുടെ കുഞ്ഞിന് എന്ത് പേരിടുവാൻ ആഗ്രഹിക്കുന്നു? ഏതിനു വേണ്ടി നിങ്ങൾ തിരുസഭയോട് എന്താണ് അഭ്യർത്ഥിക്കുന്നത്? നല്ലൊരു കുഞ്ഞായി വളരണം. നിങ്ങളുടെ ഈ കുഞ്ഞിനെ ജ്ഞാനസ്നാനം നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇവനെ വിശ്വാസത്തിൽ വളർത്തുവാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുകയാണ്. കൃഷ്ണനാഥനെ പഠിപ്പിച്ചതുപോലെ ദൈവത്തെയും അയൽക്കാരനെയും സ്നേഹിച്ച് ദൈവപ്രമാണങ്ങൾക്ക് അനുസൃതമായി ജീവിക്കുവാൻ ഇവനെ സഹായിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. നിങ്ങൾ ഏറ്റെടുക്കുന്ന ചുമതലയുടെ ഗൗരവം നിങ്ങൾക്ക് അറിയാമോ? ക്രൈസ്തവ മാതാപിതാക്കന്മാർ എന്ന നിലയിൽ തങ്ങളുടെ ചുമതലകൾ നിർവഹിക്കുവാൻ ഈ മാതാപിതാക്കന്മാരെ സഹായിക്കുന്നതിന് നിങ്ങൾ സന്നദ്ധരാണോ? പിന്നെ അത്യന്തം സന്തോഷത്തോടുകൂടെയാണ് ദൈവസമൂഹം എന്നെ സ്വാഗതം ചെയ്യുന്നത്. ഞാൻ ഈ സമൂഹത്തിൻ്റെ നാമത്തിൽ ഇതിനെ കുരിശടയാളത്താൽ രക്ഷിതാവായ ക്രിസ്തുവിന് ഉടമപ്പെടുത്തുന്നു. ഇതാ എൻ്റെ നെറ്റിത്തടങ്ങളിൽ ഞാൻ കുരിശ് വരയ്ക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിനായി എൻ്റെ മാതാപിതാക്കന്മാരെയും ജ്ഞാനപിതാക്കന്മാരെയും ഞാൻ ക്ഷണിക്കുന്നു. Bless the Lord, oh my soul, oh my soul, and worship His holy name. Sing like never before, oh my soul, and worship Your holy name. The sun comes up, it's a new day drawing. It's time to sing His song again. Whatever may pass and whatever lies before me, let me be singing till the evening comes. ദൈവമേ, വഴിതെറ്റിയവർ നേർവഴിയിലേക്ക് തിരിയുവാൻ പ്രാപ്തരാകേണ്ടതിന് അങ്ങേ സത്യത്തിന്റെ പ്രകാശം അവർക്ക് കാണിച്ചു കൊടുക്കുന്നുവല്ലോ. ക്രിസ്തീയ വിശ്വാസം പ്രഖ്യാപിക്കുന്നവരെല്ലാം ആ ക്രിസ്തീയ നാമത്തിന് വിരുദ്ധമായവ വിട്ടുപേക്ഷിക്കുവാനും അനിയുക്തമായവ പിഞ്ചെല്ലാനും ഇടയാക്കണമേ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തുവിനെ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് ബേഥേലിലെ പുരോഹിതനായ അമാസ്യ ആമോസിനോട് പറഞ്ഞു, ദീർഘദർശി യൂദാ നാട്ടിലേക്ക് ഓടുക, അവിടെ പ്രവചിച്ച് അമൃത്തി കഴിച്ചുകൊള്ളുക. ഇനിമേൽ ബേഥേലിൽ പ്രവചിക്കരുത്. ഇത് രാജാവിന്റെ ശ്രീകോവിലും രാജ്യത്തിന്റെ ക്ഷേത്രവുമാണ്. ആമോസ് മറുപടി പറഞ്ഞു, ഞാനൊരു പ്രവാചകനല്ല, പ്രവാചകപുത്രനുമല്ല. ഞാൻ ആട്ടിടയനാണ്. സിക്കമോർ മരം വെട്ടിയൊരുക്കുകയായിരുന്നു എന്റെ ജോലി. ആടുമേച്ച് നടന്ന എന്നെ വിളിച്ച് കർത്താവ് അരുൾ ചെയ്തു, എന്റെ ജനമായ ഇസ്രായേലിൽ ചെന്ന് പ്രവചിക്കുക. കർത്താവിന്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ.
കർത്താവായ ദൈവം അരുൾ ചെയ്യുന്നത് ഞാൻ കേൾക്കും. അവിടുന്ന് തന്റെ ജനത്തിന് സമാധാനം അരുളും. ഹൃദയപൂർവ്വം തന്നിലേക്ക് തിരിയുന്ന തന്റെ വിശുദ്ധർക്ക് തന്നെ. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് രക്ഷ സമീപസ്ഥമാണ്. മഹത്വം നമ്മുടെ ദേശത്ത് കുടികൊള്ളും. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കും. നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും. ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കും. നീതി ആകാശത്ത് നിന്ന് ഭൂമിയെ കടാക്ഷിക്കും. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. കർത്താവ് നന്മ പ്രദാനം ചെയ്യും. നമ്മുടെ ദേശം സമൃദ്ധമായി വിളവ് നൽകും. നീതി അവിടുത്തെ മുൻപിൽ നടന്ന് അവിടത്തേക്ക് വഴിയൊരുക്കും. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോക സംസ്ഥാപനത്തിനു മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തന്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തന്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തന്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഈ കൃപയാകട്ടെ അവിടുന്ന് തന്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തന്റെ അഭീഷ്ടമനുസരിച്ച് അവിടുന്ന് തന്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നു. ഇത് കാലത്തിന്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാത്തിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിനു വേണ്ടിയത്രേ. തന്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തന്റെ പദ്ധതി അനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് നിയോഗിച്ചു. ഇത് ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ അർപ്പിച്ച നാം അവന്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിനാണ്. രക്ഷയുടെ സത്വാർത്ഥയായ സത്യത്തിന്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവാൽ അവനിൽ മുദ്രിതരായിരിക്കുന്നു. അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിന്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ്. കർത്താവിന്റെ വചനം. നമ്മുടെ വിളിയിൽ എന്ത് പ്രത്യാശയാണുള്ളതെന്നറിയാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പിതാവ് നമ്മുടെ ഹൃദയം പ്രകാശിപ്പിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷത്തിൽ നിന്ന്. അക്കാലത്ത് അവൻ ഗ്രാമപ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ തന്റെ 12 പേരെ അടുത്ത് വിളിച്ച് 2 പേരെ വീതം അയക്കാൻ തുടങ്ങി. അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരം കൊടുത്തു. അവൻ കൽപ്പിച്ചു, യാത്രയ്ക്ക് വഴിയല്ലാതെ മറ്റൊന്നും, അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത്. ചെരുപ്പ് ധരിക്കാൻ 2 ഉടുപ്പുകൾ ധരിക്കരുത്. അവൻ തുടർന്നു, നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ അവിടം വിട്ടു പോകുന്നതുവരെ ആ വീട്ടിൽ താമസിക്കുന്നു. എവിടെയെങ്കിലും ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയോ നിങ്ങളുടെ വാക്കുകൾ ശ്രവിക്കാതിരിക്കുകയോ ചെയ്താൽ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ അവർക്ക് സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയും. ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുദപിക്കണമെന്ന് പ്രസംഗിച്ചു. അനേകം പിശാചുക്കളെ പുറത്താക്കി, അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി. കർത്താവിന്റെ സുവിശേഷം.
ഭാഗത്ത് നാം കാണുന്നത് കർത്താവ് തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അവരെ പ്രേക്ഷിത ദൗത്യത്തിനായിട്ട് അയക്കുന്നതാണ്. ഈ സുവിശേഷ ഭാഗത്തിന്റെ പശ്ചാത്തലമായ ചില കാര്യങ്ങൾ കാണുന്നു. ശിഷ്യന്മാർക്ക് എല്ലാവിധ ട്രെയിനിങ്ങുകളും കർത്താവ് കൊടുത്തു. കർത്താവ് മർക്കോസ്ലീഹയുടെ സുവിശേഷം അത്ഭുതങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു സുവിശേഷമാണ്. ധാരാളം അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തു. രോഗികളെ സുഖപ്പെടുത്തുക മാത്രം പിശാചിനെ സുഖപ്പെടുത്തി പിശാചിനെ പുറത്താക്കി അതിനുശേഷം മരിച്ച കുട്ടിയെ വരെ ഉയർപ്പിക്കുന്നതായിട്ട് നാം ഇവിടെ കാണുന്നു. ഇതിനെല്ലാം ശിഷ്യന്മാരും സാക്ഷ്യം വഹിച്ചിരുന്നു. അതിനുശേഷം കർത്താവ് തൻ്റെ സ്വന്തം ദേശത്ത് വന്നപ്പോൾ അവിടെ നിന്ന് കർത്താവിന് വേണ്ടത്ര സ്വീകാര്യത ലഭിച്ചില്ല. അത് സ്വന്തം ഗ്രാമമായതുകൊണ്ടാണെന്ന് കർത്താവ് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? കർത്താവ് ആരാണെന്നും കർത്താവിന്റെ കുടുംബം ആരാണെന്നും ആരാണെന്നും ബന്ധുമിത്രാദികൾ ആരാണെന്നും എല്ലാം ആ ഗ്രാമത്തിലുള്ളവർക്ക് അറിയാമായിരുന്നു. സ്വാഭാവികമായി നമ്മളൊരു ഗ്രാമത്തിൽ താമസിക്കുമ്പോൾ നമുക്ക് എല്ലാവരെയും അറിയാം. സ്വാഭാവികമായി നമ്മൾ കണ്ടുമുട്ടുകയും കുശലാന്വേഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നതാണ് ഇവരുമായിട്ട്. അപ്പോൾ സ്വാഭാവികമായ ഉള്ള ആ പരിചയം ഇവരെ സംബന്ധിച്ചിടത്തോളം കർത്താവിന് വില കൊടുക്കേണ്ട ഒന്നായിരുന്നില്ല. മറിച്ച് കർത്താവിനെ അധിക്ഷേപിക്കുവാൻ വേണ്ടി അവർ ആ സാഹചര്യം ഉപേക്ഷിച്ചു. ഇവനെ ഞങ്ങൾക്കറിയാം, ഇവൻ മരപ്പണിക്കാരൻ്റെ മകനല്ലേ, ജോസഫിന്റെ മകനല്ലേ, മറിയത്തിന്റെ മകനല്ലേ, ഓരോരുത്തരും ഓരോ രീതിയിൽ ചോദിക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞ നമ്മുടെ നാട്ടുപുറങ്ങളിൽ നമുക്ക് കാണാം, ചിലരുടെ സമീപനമൊക്കെ കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടിരിക്കും, ഇവനെ നമുക്കറിയാവുന്ന, അവനെ അല്ല അവന്റെ അപ്പനെ നമുക്കറിയാം, അവന്റെ ഗ്രാൻഡ് പാരൻസിനെ നമുക്കറിയാം, പിന്നെയാണ് ഇവൻ എന്നുള്ള രീതിയിൽ നമ്മൾ സംഭാഷണങ്ങൾ നടത്തുന്നുണ്ട്. ഇത് ഒരു വ്യക്തിയെ പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് അവനെ സമൂഹത്തിന് മുൻപിൽ ചെറുതായി കൊച്ചാക്കി കാണിക്കുന്നതിന് വേണ്ടിയാണ്. ഇതാണ് ഇവിടെ നടന്നത്. അപ്പോൾ സ്വാഭാവികമായും കർത്താവിനെ സംബന്ധിച്ച് കർത്താവ് ധാരാളം എതിർപ്പുകൾ നേരിട്ടിരുന്നു. പക്ഷേ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ മറിച്ചു നോക്കുകയാണെങ്കിൽ ജനങ്ങളിലേക്ക് ഇങ്ങനെ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇറങ്ങിച്ചെന്നപ്പോൾ, നെഗറ്റീവായിട്ടുള്ള ഒരു ഇംപ്രഷൻ അവർ സൃഷ്ടിച്ചെടുത്തപ്പോൾ അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. അതാണ് സംഭവിച്ചത്. വിശ്വാസമില്ലാത്തവരിന് എങ്ങനെ കർത്താവ് ദൈവരാജ്യത്തിന്റെ അടയാളങ്ങൾ സാധ്യമാക്കി കൊടുക്കും? അത് സാധ്യമായില്ല. കുറച്ച് പേർക്ക് ചില അത്ഭുതങ്ങൾക്ക് കർത്താവ് റോഡ് ചേർന്ന് കടന്നുപോയി. അതാണ് സംഭവിച്ചത്. അപ്പോൾ നെഗറ്റീവായും പോസിറ്റീവായുള്ള ധാരാളം എക്സ്പീരിയൻസ് കർത്താവിൻ്റെ കൂടെ നമ്മുടെ സ്ത്രീയന്മാർക്ക് കിട്ടിയിരുന്നു. അതിനുശേഷമാണ് പ്രേക്ഷിതത്വത്തിനായിട്ട് ഇവരെ അയക്കുന്നത്. അപ്പോൾ കർത്താവ് അയക്കുമ്പോൾ കർത്താവിൻ്റെ അധികാരം അവർ കൊടുക്കുകയാണ്. പിതാവായ ദൈവത്തിനൊരു അധികാരമുണ്ട്, സർവ്വചരാചരന്റെയും നാഥനായ ദൈവത്തിന് അധികാരമുണ്ട്. ഈ അധികാരം പുത്രന് ദൈവം കൊടുത്തിട്ടുണ്ടെന്ന് യേശുക്രിസ്തു തന്നെ പറയുന്നത്. ഈ പുത്രൻ തന്റെ അധികാരം തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ദൈവരാജ്യത്തിന്റെ സംസ്ഥാനത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഇതിന് ഈ അധികാരം ആത്മന ഉൾക്കൊണ്ടുകൊണ്ട് പോയത് കൊണ്ട് അവർക്ക് അത് ഉപയോഗിക്കാനായിട്ട് വരും. ഒരു രോഗികളെ സുഖപ്പെടുത്തി, പിശാചുക്കളെ ബഹിഷ്കരിച്ചു, സുവിശേഷം പ്രഘോഷിച്ചു. ധാരാളം പേർ തങ്ങളുടെ പഴയ ജീവിതം വിട്ട് അവിടുന്ന് അവർക്ക് മാറ്റമുണ്ടായി. അവർ ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ ആ സ്നേഹത്തിലേക്ക് കടന്നു. അപ്പോൾ ഇവിടെ സ്വന്തം അധികാരമല്ല ശിഷ്യന്മാർ ഉപയോഗിച്ചത്, യേശു നൽകിയ അധികാരമാണ്. അപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളമൊക്കെ വളരെ വിമർശനങ്ങൾക്ക് സാധ്യതയുള്ള ഒരു മേഖലയാണ് ഈ അധികാര ഉപയോഗം, സഭയിലെ അധികാര ഉപയോഗം, അല്ലെങ്കിൽ ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്ന അധികാര ഉപയോഗം. ഇത് ചില സാഹചര്യങ്ങളൊക്കെ ഇത് തെറ്റിദ്ധരിക്കപ്പെട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു അധികാരമല്ല ഇത്, ആത്മീയ അധികാരമാണിത്. ഇത് ഒരാളെ മാറ്റി നിർത്തുവാനുള്ള അധികാരമല്ല, മറിച്ച് ഒരാളെ നമ്മുടെ സമൂഹത്തിലേക്ക് ഏതൊക്കെ രീതിയിൽ കൊണ്ടുവരണം എന്ന മാർഗങ്ങൾ കണ്ടെത്തുവാനുള്ള ആത്മീയ അധികാരമാണ്. അത് മദർ തെരേസയുടെ കാര്യം നമ്മൾ പറയാം. മദർ തെരേസ ഒരു സന്യാസ സമൂഹത്തിലെ ആളായിരുന്നിട്ട് പോലും വീണ്ടും ഒരു മിഷൻ തുടങ്ങാൻ വേണ്ടി ആലോചിച്ചു. പക്ഷേ ധാരാളമായ ആത്മപരിശോധനയും ഡിസേൺമെന്റും ഇതിനൊക്കെ വിചിന്തനങ്ങളും ഇതൊക്കെ ആവശ്യമായിരുന്നു. അപ്പോൾ അതേ സമയത്ത് അധികാരികളെ അറിയിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ വളരെ കാലത്തെ വിചിന്തനത്തിന് ശേഷമാണ് ഒരു മിഷൻ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന്റെ കാര്യം ആ മിഷനിലൊക്കെ ഉണ്ടായിരുന്നു. ആ എല്ലാ പ്രേക്ഷിത പേരുകളിലും ആ മിഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ വളരെ വേഗത്തിൽ ധാരാളം ആളുകൾ ഈ പ്രേക്ഷിത വേലയിലേക്ക് ചേരുകയും ലോകം മുഴുവൻ എത്തിച്ചേർക്കാൻ ദൈവം ഇടയാക്കുകയും ചെയ്തു.
അപ്പോൾ ദൈവത്തിന്റെ പ്രവർത്തനമാണ്, അതാർക്കും തടയാൻ പറ്റില്ല. ഇന്നത്തെ നമ്മൾ ഒന്നാം വായനയിൽ കാണുന്നത് എന്താണ്? ആമോസ് പ്രവാചകൻ ദൈവം പറഞ്ഞതനുസരിച്ച് പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങളല്ല ദൈവം പ്രവാചകന്മാരുടെ പ്രവചിക്കുന്നത് എപ്പോഴും. അപ്പോൾ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ അവിടുത്തെ പുരോഹിതന് അത്ര ഇഷ്ടപ്പെട്ടില്ല. പുരോഹിതൻ രാജാവിന്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഇതാ രാജാവെ ഇങ്ങനെയുള്ള പ്രവചനങ്ങളാണ് ഉണ്ടാകുന്നത്, അതുകൊണ്ട് ഇവനെ ഇവിടുന്ന് മാറ്റി അവനെ സൗത്ത് ഭാഗത്തിലേക്ക് അയക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. പിന്നെ ഇദ്ദേഹം നേരിട്ട് പ്രവാചകനോട് പറയുകയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറയാൻ പറ്റില്ല, ഇത് അതിനുള്ള സ്ഥലമല്ല, നിന്റെ സ്ഥലം അവിടെയാണ്, നീ അങ്ങോട്ട് പോകണം. അപ്പം വീണ്ടും ആമോസ് പ്രവാചകൻ പറയുകയാണ്, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ്, ഇത് എന്റെ ആവശ്യത്തിനല്ല, ദൈവം പറഞ്ഞിട്ട് ഞാൻ വന്നാൽ ഞാനിതേ ചെയ്യുള്ളൂ. അതിനുശേഷം ആമോസ് പ്രവാചകൻ പ്രവചിക്കുന്നുണ്ട്, നിന്റെ കുടുംബം അതിന് ദൈവം നൽകാൻ പോകുന്ന ശിക്ഷകളെ പറ്റി പ്രവചിക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മളത് വായിച്ചിട്ടില്ല. അപ്പോൾ ദൈവത്തിന്റെ പ്രവർത്തനത്തെ തടയാൻ ആർക്കും സാധിക്കില്ല. അപ്പം ആരൊക്കെ ദൈവത്തിന്റെ പ്രവർത്തനം തടയാൻ പരിശ്രമിച്ചിട്ടുണ്ടോ അതിനെല്ലാം ദൈവിക ചൈതന്യം ഈ തിന്മയുടെ ശക്തിയൊക്കെ അതിജീവിച്ചിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ സഭയ്ക്ക് ദൈവം നൽകിയ അധികാരം മിഷന് വേണ്ടിയുള്ള അധികാരമാണ്. അപ്പൊ മിഷന് വേണ്ടിയുള്ള അധികാരം എന്താണ് അൾട്ടിമേറ്റ്ലി നമ്മുടെ മിഷൻ? നമ്മുടെ മിഷൻ ദൈവത്തെ അറിയുക, ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യനെ അറിയുക, മനുഷ്യനെ സ്നേഹിക്കുക. അതാണ്. ഇനി ഈ സ്നേഹിക്കുക എന്നുള്ളതിന്റെ വിവരണമാണ് പല രീതിയിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഈ മിഷൻ നമ്മൾ കുടുംബത്തിനും നൽകിയിട്ടുണ്ട്. നമുക്കറിയാം തിരുസഭ ധാരാളം മിഷൻ ലോകമെമ്പാടും നടത്തുന്നുണ്ട്. തിരുസഭ എന്ന് പറഞ്ഞാൽ അത് മിഷനാണ്. മിഷൻ ഇല്ലെങ്കിൽ സഭയില്ല. അതുകൊണ്ടാണ് ചില നാടുകളിലൊക്കെ ഈ മിഷൻ, നമ്മുടെ തിരുസഭയുടെ മിഷനെ അവർ ടാർഗറ്റ് ചെയ്യുന്നത്. യാതൊരു വിധത്തിലുള്ള സഹായവും ചിലപ്പോൾ ഗവൺമെന്റ് ഭാഗത്തോ അല്ലെങ്കിൽ സെക്യുലർ ആയിട്ടുള്ള അതോറിറ്റിയുടെ ഭാഗത്തുനിന്നോ നമുക്ക് നടത്താൻ സാധിക്കില്ല. അതിനുള്ള സാഹചര്യങ്ങൾ നിയമപരമായിട്ടും അവർ തടയും, സാഹചര്യം ഉണ്ടാക്കിയില്ല. ദൈവത്തിന്റെ ശക്തിക്ക് അതിനെല്ലാം മറികടക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മിഷൻ നമ്മുടെ കുടുംബങ്ങൾക്ക് തന്നിട്ടുണ്ട്. കുടുംബം ഗാർഹിക സഭയാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മൾ സഭയിലുള്ളവരല്ല, സഭയിലുള്ള അച്ഛന്മാരും സിസ്റ്റേഴ്സും അല്ലെങ്കിൽ അങ്ങനെ എത്രമാരുമാണ് എന്നൊരു ധാരണ നമുക്കുണ്ടെങ്കിൽ നമ്മളത് മാറ്റിയേക്കുക. അതല്ല, ഞാൻ സഭയുടെ അംഗമാണ്, എൻ്റെ കുടുംബം ഒരു സഭയാണ്, കുടുംബം ഗാർഹിക സഭയാണ്. അത് വിശുദ്ധ ജെയിംസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഗാർഹിക സഭയാണ്. അപ്പോൾ മാതാപിതാക്കാരും മക്കളും ചേരുന്ന ചെറിയ യൂണിറ്റിൽ തുടങ്ങുന്നതാണ് ഈ കുടുംബം. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഉത്തരവാദിത്വം എവിടെയാണ്? കുടുംബത്തിൽ നമുക്ക് ഒരു ഉത്തരവാദിത്വം. അപ്പോൾ എങ്ങനെയാണ് കുടുംബത്തെ സ്നേഹിക്കുക എന്നത് നമ്മളത് മനസ്സിലാക്കുക. നമ്മൾ ഒരാളെ മനസ്സിലാക്കി കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇങ്ങനെ അറിയാനായിട്ട് വരും. പിന്നെ ആ വ്യക്തിയെ സ്നേഹിക്കാൻ എളുപ്പമാണ്, ആ വ്യക്തിയോട് ക്ഷമിക്കാൻ എളുപ്പമാണ്, ആ വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കാൻ എളുപ്പമാണ്, ആ വ്യക്തിയുടെ കൂടെ ആയിരിക്കാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ഉത്തരവാദിത്തങ്ങളെല്ലാം പതുക്കെ ഒരാളുടെ തോളയിലോട്ട് വെക്കാതെ നമ്മളത് സഹകരിച്ച് ചെയ്യുക. അത് ഈ മിഷന്റെ തന്നെ ഒരു ഭാഗമാണ്. നമ്മൾ പുറത്തിറങ്ങി കുറെ പ്രവർത്തിക്കുന്നത് മാത്രമല്ല മിഷൻ. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഭർത്താവ്, ഭാര്യ, മക്കൾ ഇവരെല്ലാവരും സഹകരിച്ച് വേണ്ട വിധം കർത്താവായ ദൈവത്തിന്റെ പ്രബോധനം അനുസരിച്ച് ജീവിക്കുക. അതൊരു വലിയ മിഷനാണ്. ആദ്യം നമ്മുടെ മിഷൻ എവിടെയാണ് തുറക്കുക? അവിടെ നമ്മൾ തുറക്കുക. അപ്പൊ നമുക്ക് ആ ചൈതന്യം അവിടെ നമുക്ക് നമ്മുടെ ഭവനങ്ങളിൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ, നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ, നമ്മുടെ ബാല്യകാലങ്ങളിൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് സാധ്യമാകാൻ കുറച്ച് പ്രയാസമാണ്. നമുക്ക് നമ്മളപ്പോൾ ഇന്നത്തെ സുവിശേഷം നമ്മൾ വിചിന്തനം ചെയ്യാനുണ്ട്. അപ്പോൾ ഈ അവസരത്തിൽ നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ആ സന്ദേശം സ്വീകരിച്ച്, കർത്താവ് തന്നിരിക്കുന്ന ദൗത്യം, പ്രേക്ഷിത ദൗത്യം സ്വീകരിച്ച് നമ്മുടെ തിരുസഭയിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും നമ്മൾ ഇറങ്ങിച്ചില്ല. അത് ഈ മിഷൻ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ വലിയൊരു സക്സസ് ആകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ, വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷത്തിൽ നിന്ന്. പ്രിയ സഹോദരരെ, ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ പോകുന്ന ഈ ശിശുവിനെയും അവന്റെ മാതാപിതാക്കന്മാർ
ജ്ഞാനപിതാക്കന്മാർ എന്നിവരെയും ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടുള്ള എല്ലാവരെയും കാരുണ്യപൂർവ്വം കടാക്ഷിക്കുവാൻ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങയുടെ മഹിമയേറിയ മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും ദിവ്യരഹസ്യത്താൽ ജ്ഞാനസ്നാനം വഴി നവജീവൻ അരളി ഈ കുഞ്ഞിനെ ഉദ്ദീപിതനാക്കിയ അങ്ങയുടെ അങ്ങയുടെ വിശുദ്ധ സഭയിലെ അംഗമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജ്ഞാനസ്നാനവും സ്ഥൈര്യലേപനവും വഴി സുവിശേഷ സാക്ഷിയുമായി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിത വിശുദ്ധി വഴി ഇവൻ സ്വർഗീയ സൗഭാഗ്യം പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കന്മാരുടെയും ജ്ഞാനപിതാക്കന്മാരുടെയും ജീവിതം ഈ കുഞ്ഞിന് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഉത്തമ മാതൃകയായിരിക്കുവാൻ കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവന്റെ കുടുംബത്തെ അങ്ങയുടെ സ്നേഹത്തിൽ എന്നെന്നും നിലനിർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജ്ഞാനസ്നാനത്തിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ പ്രസാദവരത്തിന് നവചൈതന്യം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി ഔസേപ്പേ, വിശുദ്ധ സ്നാപകയോഹന്നാനേ, വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, സകല വിശുദ്ധരെ സർവശക്തനിത്യമായ ദൈവമേ, ദുർബോധങ്ങളെ ഉച്ചാടനം ചെയ്യുന്നതിനും മനുഷ്യനെ അന്ധകാരത്തിൽ നിന്ന് അകറ്റി അങ്ങയുടെ പ്രകാശപൂർണമായ രാജ്യത്തിലേക്ക് ആനയിക്കുന്നതിനുമായി അങ്ങയുടെ ഏകജാതനെ ഈ ലോകത്തേക്ക് അയച്ചുവല്ലോ. ഈ ശിശുവിൻ്റെ ഉത്ഭവഭാവത്തിൽ നിന്ന് മോചിപ്പിച്ച് അങ്ങയുടെ മഹിമ നിറഞ്ഞ ആലയമാക്കണമേ. ഇവനിൽ അധിവസിക്കുന്നതിന് പരിശുദ്ധാത്മാവിനെ അയക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. നമ്മുടെ രക്ഷകനായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ രക്ഷാകരമായ തൈലം കൊണ്ട് നിന്നെ ഞാൻ അഭിഷേകം ചെയ്യുന്നു. അവിടുത്തെ ചൈതന്യം നിന്നെ ശക്തിപ്പെടുത്തുമാറാകട്ടെ. എന്നൊന്ന് ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ജലത്താലും പരിശുദ്ധാത്മാവിനാലും ഈ ശിശുവിന് സമൃദ്ധമായ പുതുജീവൻ നൽകാൻ സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ അദൃശ്യമായ ശക്തിയുടെ പ്രവർത്തനം മൂലം കൗദാശിക അടയാളങ്ങൾ അത്ഭുതകരമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. ജ്ഞാനസ്നാനത്തിലുളവാകുന്ന പ്രസാദവരത്തെ അങ്ങ് സ്വന്തം സൃഷ്ടിയായ ജലം വഴി ബഹുവിധത്തിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങയുടെ ചൈതന്യം വെള്ളത്തിന് മീതെ വ്യാപരിച്ചിരുന്നു. അങ്ങനെ വിശദീകരണ ശക്തി അങ്ങേ ജലത്തിൽ നിക്ഷിപ്തമായി. ദൈവമേ, ജലപ്രളയത്താൽ അങ്ങ് നവജന്മത്തിൻ്റെ ആദിരൂപം കാട്ടി. അങ്ങനെ ജലം പാപത്തിൻ്റെ അന്ത്യവും അതേസമയം പുണ്യത്തിൻ്റെ ആരംഭവും കുറിച്ചു. ദൈവമേ, അബ്രാഹത്തിൻ്റെ സന്തതികളെ ചെങ്കടലിലൂടെ കാൽ നനയ്ക്കാതെ മറുകര കടക്കുവാനങ്ങ് സഹായിച്ചു. അങ്ങനെ ഫറവോന്റെ ബന്ധനത്തിൽ നിന്ന് വിമുക്തരായ ഇസ്രായേൽ ജനം ജ്ഞാനസ്നാനം സ്വീകരിച്ച ദൈവജനത്തിൻ്റെ പ്രതിരൂപമായിരിക്കണമെന്ന് അങ്ങ് നിശ്ചയിച്ചു. ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരൻ ജോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിനാൽ അപേക്ഷിതനായി അവിടുന്ന് കുരിശിൽ തൂങ്ങിക്കിടക്കവേ അവിടുത്തെ പാർശ്വത്തിൽ നിന്ന് രക്തത്തോടൊപ്പം ജലവും ഒഴുകുവാൻ അങ്ങ് തിരുവുള്ളമായി. പുനരുദ്ധാനത്തിന് ശേഷം അവിടുന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർക്ക് സ്നാനം നൽകുവിൻ. ദൈവമേ, അങ്ങയുടെ സഭയെ തൃക്കൺ പാർക്കണമേ. സഭയിൽ നിന്ന് ജ്ഞാനസ്നാനം നീരുറവ നിർഗളിക്കുവാൻ കൃപയരുളണമേ. പരിശുദ്ധാത്മാവ് വഴി ജനത്തെ അങ്ങയുടെ പ്രസാദവരം കൊണ്ട് നിറയ്ക്കണമേ. സ്വന്തം ഛായയിൽ അങ്ങ് സൃഷ്ടിച്ച മനുഷ്യനെ ജന്മപാപത്തിൻ്റെ മാലിന്യങ്ങൾ കഴുകി ശുദ്ധമാക്കി ജലത്താലും പരിശുദ്ധാത്മാവിനാലും ഒരു നവശിശുവായി ജന്മം പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ തിരുക്കുമാരൻ വഴി പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം ഈ നിറനീരിൽ നിറയ്ക്കുമാറാകണമേ. അതുവഴി ക്രിസ്തുവിൽ ഒന്നിച്ച് ജ്ഞാനസ്നാനത്തിൽ മരിച്ച് അടക്കം ചെയ്യപ്പെട്ടവരെല്ലാം ക്രിസ്തുവും ഒന്നിച്ച് പൊതുജീവിതത്തിലേക്ക് പുനരുദ്ധാനം ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. മാതാപിതാക്കന്മാരെ, ജ്ഞാനപിതാക്കളെ, നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ ശിശു
ദൈവകൃപയാൽ ജ്ഞാനസ്നാനം വഴി ജലത്താലും പരിശുദ്ധാത്മാവിനാലും പുതുജീവൻ പ്രാപിക്കാൻ പോവുകയാണ്. ആ ദൈവിക ജീവൻ പാപസ്പർശമേൽക്കാതെ അനുദിനം വളരുന്നതിന് വേണ്ട വിശ്വാസ ശിക്ഷണം ഇതിന് നൽകുക നിങ്ങളുടെ കടമയാണ്. നിങ്ങൾ വിശ്വാസത്തിൽ പ്രേരിതരായി ഈ കടമ ഏറ്റെടുക്കുവാൻ സന്നദ്ധരാണെങ്കിൽ നിങ്ങളുടെ തന്നെ ജ്ഞാനസ്നാനം കൊണ്ട് നവീകരിച്ചുകൊണ്ട് പാപം ഉപേക്ഷിക്കുകയും ക്രിസ്തുവിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇതാണ് സഭയുടെ വിശ്വാസം. ഈ വിശ്വാസത്തിലാണ് നിങ്ങളുടെ കുഞ്ഞ് സ്നാനം സ്വീകരിക്കാൻ പോകുന്നത്. നിങ്ങൾ പിശാചിനെ ഉപേക്ഷിക്കുമോ? അവന്റെ സകല ദുഷ്കർമ്മങ്ങളും ഉപേക്ഷിക്കുമോ? അവന്റെ എല്ലാ ആർഭാടങ്ങളും ഉപേക്ഷിക്കുന്നുവോ? ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവും സർവശക്തിയുള്ള പിതാവുമായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും പരിശുദ്ധ മറിയത്തിൽ നിന്ന് ജനിച്ച് പീഡകൾ അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നതിനുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാളന്മാരുടെ ഐക്യത്തിലും പാപമോചനത്തിലും ശരീരത്തിലെ ഉയർപ്പിലും നിത്യായുസിലും നിങ്ങൾ വിശ്വസിക്കുന്നു. ഇതാണ് നമ്മുടെ വിശ്വാസം. ഇതുതന്നെ സഭയുടെ വിശ്വാസവും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഇത് പ്രഖ്യാപിക്കുന്നതിൽ നമ്മൾ അഭിമാനം കൊള്ളുന്നു. നാം ഒന്ന് ചേർന്ന് പ്രഖ്യാപിച്ച സഭയുടെ വിശ്വാസത്തിൽ രേഷ്മ ജോസിനെ ഞാൻ സ്ഥാനപ്പെടുത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? രേഷ്മ ജോസ് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നെ ഞാൻ സ്നാനപ്പെടുത്തുന്നു. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളായി തീരുവാൻ അങ്ങയുടെ വെളിച്ചം ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. പിതാവും സർവശക്തനുമായ ദൈവം നിന്നെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ജലത്താലും പരിശുദ്ധാത്മാവിലും നവജീവൻ നൽകി ദൈവത്തിന്റെ സമൂഹത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. പുരോഹിതനും പ്രവാചകനും രാജാവുമായി അഭിഷേകം ചെയ്യപ്പെട്ട ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അംഗമായി ജീവിച്ച് നിത്യായുസ് പ്രാപിക്കാൻ പിതാവായ ദൈവം നിന്റെ രക്ഷയിലൂടെ പ്രതിഷ്ഠാതൈലം കൊണ്ട് ഇപ്പോൾ അഭിഷേകം ചെയ്യുന്നു. നീ ഇപ്പോൾ ഒരു പുതിയ സൃഷ്ടിയാണ്. നീ ക്രിസ്തുവിന്റെ വസ്ത്രമായി അണിഞ്ഞിരിക്കുന്നു. ഈ വെള്ള വസ്ത്രം നിനക്ക് ക്രൈസ്തവ പദവിയുടെ ബഹുമാന്യ ചിഹ്നമായിരിക്കട്ടെ. എന്റെ പുത്രാദികളുടെ ഉപദേശത്താലും ജീവിത മാതൃകയാലും പ്രചോദിതനായി മഹിമയേറി ഈ പദവി മലിനപ്പെടുത്താതെ കാത്തു സൂക്ഷിച്ച് നിന്റെ സൗഭാഗ്യത്തിന് അർഹനാവുക. ക്രിസ്തുവിന്റെ പ്രകാശം സ്വീകരിക്കുവാൻ മാതാപിതാക്കന്മാരെ, ജ്ഞാനപിതാക്കളെ, ഈ ദീപം ഒരിക്കലും പൊലിയാതെ കാത്തു സൂക്ഷിക്കുവാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. നിങ്ങളുടെ ഈ കുഞ്ഞ് ക്രിസ്തുവിനാൽ പ്രകാശത്തിനായി അവനെ എന്നും വെളിച്ചത്തിന്റെ മകനായി ജീവിക്കേണ്ടവരാണ്. വിശ്വാസത്തിന്റെ ദീപം അവന്റെ ഹൃദയങ്ങളിൽ തിളങ്ങി വിളങ്ങുമാറാകട്ടെ. ദിവ്യനാഥൻ വരുമ്പോൾ സ്വർഗസ്ഥനായ എല്ലാ വിശ്വാസികളോടൊപ്പം അവിടുത്തെ എതിരേൽക്കുവാൻ അവന് ഭാഗ്യം ലഭിക്കുമാറാകട്ടെ. ക്രിസ്തുനാഥൻ ബദറിന് കേൾവിയും പൂവിന് സംസാര ശക്തിയും നൽകി അവിടുത്തെ വചനം കേൾക്കുന്നതിന് നിന്റെ ചെവികളെയും പിതാവായ ദൈവത്തിന്റെ സ്തുതികളും മഹിമയ്ക്കുമായി വിശ്വാസത്തിലാകേണ്ട അതിങ്ങളെയും അവിടുന്ന് സ്പർശിക്കുമാറാകട്ടെ. Almighty ever-living God our Father, we pray for the entire Holy Catholic Church. Shower your heavenly providence upon our Pope Francis, our Cardinal Rich Joseph, our Auxiliary Bishop Jeffrey Grote, our Parish Priest Sandy Riggs, our Father Reggie Chaco, and the entire clergy, so that they may carry out your mission with great enthusiasm and spread the good news all over the world, and to gather his sheep together. We pray to the Lord. കുഞ്ഞുങ്ങളുടെ തോഴനായ ഈശോയെ, എല്ലാ കുഞ്ഞുമക്കളെയും അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. പ്രത്യേകിച്ച് ഇന്ന് മാമോദീസ സ്വീകരിച്ച ഏതൻ എന്ന മകനെ അങ്ങ് പ്രത്യേകമാംവിധം അനുഗ്രഹിക്കണമേ. പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളരുവാൻ എല്ലാ കുഞ്ഞുമക്കളെയും അനുഗ്രഹിക്കണമേ. തിരുകുടുംബത്തിൻ്റെ സ്നേഹ ചൈതന്യം എന്നും എല്ലാ കുഞ്ഞുമക്കളെയും ശക്തിപ്പെടുത്തണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ും
നിന്നിൽ ആശ്രയിക്കുവാനും ഞങ്ങളുടെ സഹോദരങ്ങളെ നിസ്വാർത്ഥമായി സ്നേഹിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ യുവജനങ്ങളെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. തിരുവചനം അയച്ച് അവരെ വിശുദ്ധീകരിക്കണമേ. പാപബന്ധങ്ങളിൽ നിന്നും ദുശീലങ്ങളിൽ അടിമപ്പെട്ടിരിക്കുന്നവരെയും മാനസികമായി തകർന്നിരിക്കുന്നവരെയും അതിൽ നിന്നെല്ലാം മോചിപ്പിച്ച് സഭയ്ക്കും സമൂഹത്തിനും ഉപകാരമുള്ളവരാക്കി തീർക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ കർത്താവായ അങ്ങേക്ക് പ്രഥമസ്ഥാനം നൽകുന്നതിനും പ്രാർത്ഥന വഴി അങ്ങയുമായി ഒന്നുചേരുന്നതിനും അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളിൽ ശാന്തിയും ഐക്യവും സ്ഥാപിക്കണമെന്നും അവരെ അങ്ങയുടെ ആലയങ്ങളാക്കി മാറ്റണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യത്തിലേക്ക് ഞങ്ങളെ വിളിക്കുന്ന ദൈവമേ, ശുദ്ധീകരണ സ്ഥലത്തിൽ കഠിനമായ വേദന അനുഭവിപ്പിച്ചു കഴിയുന്ന എല്ലാ ആത്മാക്കൾക്കും, ആരും പ്രാർത്ഥിക്കാനില്ലാത്ത ആത്മാക്കൾക്കും, ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ആത്മാക്കൾക്കും അങ്ങേ തിരു മുഖദർശന ഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമ്പൂർണ്ണമായും
മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, കേണപേക്ഷിക്കുന്ന സഭയുടെ കാണിക്കകൾ കടാക്ഷിക്കുകയും അവയുടെ സ്വീകരണം വിശ്വാസികളുടെ ശുദ്ധീകരണത്തിന്റെ വർധനയ്ക്ക് ഇടയാക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കപ്പെടണമേ. ആമേൻ. കർത്താവ് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയം ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തമായ ദൈവമേ, എങ്ങനെ എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്നാൽ പാപത്തിന്റെ കുറ്റബോധം ദൂരെ അകറ്റിയ മക്കളെ അങ്ങേ പുത്രന്റെ രക്തത്താലും ആത്മാവിന്റെ ശക്തിയാലും വീണ്ടും അങ്ങയിലേക്ക് ഒരുമിച്ച് കൂട്ടാൻ അങ്ങ് മനസ്സായി. അങ്ങനെ ദുരിതത്തിന്റെ ഐക്യത്താൽ ഒന്നിക്കപ്പെട്ട ജനം അങ്ങേ വൈവിധ്യമാർന്ന ജ്ഞാനത്തിന്റെ സ്തുതിക്കായി ക്രിസ്തുവിന്റെ ശരീരവും ആത്മാവിന്റെ ആലയവുമായ സഭയായി അറിയപ്പെടുന്നു. ആകയാൽ മാലാഖമാരുടെ ഗായക സമൂഹത്തോടൊത്ത് ആഹ്ലാദഭരിതരായി അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ട് ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമന്യേ മഹിമകളാൽ നിറഞ്ഞുമഭിയും പിന്നയവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേക്കും ധന്യനുമാം ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ പരിശുദ്ധാത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനമാകട്ടെ. അവിടുന്ന് ഒറ്റക്കെടുക്കപ്പെട്ട് സ്വമനസാലയെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പോഴെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് അരുളി ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞു പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നും കുടിക്കുക. ഉറപ്പമായി എന്തിൽ നിറഞ്ഞിടുമ്പോൾ സർവം ആപാതയെത്തിക്കാം. ദിവ്യ സൗഭാഗ്യം അങ്ങന്റെ സ്വന്തം. ദിവ്യ
ഈ ദാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യരഹസ്യത്തിലുള്ള പങ്കാളിത്തത്തോടൊപ്പം ഞങ്ങളുടെ രക്ഷയുടെ ഫലവും വർധനമാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. Bless the Lord, oh my soul, oh my soul, and worship His holy name. Sing like never before, oh my soul, and worship Your holy name. The sun comes up, it's a new day drawing. It's time to sing His song again. Whatever may pass and whatever lies before me, let me be singing till the evening comes. Bless the Lord, oh my soul, oh my soul, I worship His holy name. Sing like never before, oh my soul, I worship Your holy name. You're rich in love and You're slow to anger. Your name is great and Your heart is kind. For all Your goodness I will keep on singing. 10,000 reasons for my heart to find. Bless the Lord, oh my soul, oh my soul, I worship His holy name. Sing like never before, oh my soul, I worship Your holy name. And on that day when my strength is failing, the end draws near and my time has come, still my soul will sing Your praise unending. 10,000 years and then forevermore. Bless the Lord, oh my soul, oh my soul, I worship His holy name. Sing like never before, oh my soul, I worship Your holy name. Bless the Lord, oh my soul, oh my soul, I worship His holy name. Sing like never before, oh my soul, I worship Your holy name. Yes, I will worship Your holy name. Lord, I worship Your holy. There's a symphony you're missing. If you only listen, you'll find big magic in the mundane, the big picture in a small frame. Everything is sacred when you take time to notice. Big love
and chasing nickels and dimes, nickels and dimes. Open your eyes, open your eyes. You can't buy the peace you're after, so don't even try. 'Cause you'll find big magic in the mundane, the big picture in a small frame. Everything is sacred when you take time to notice. Big love happens in the small moments. Big love happens in the small moments. Mundane, the big picture in a small frame. Everything is sacred when you take
അരികിൽ വന്നു ഉള്ളം തരളിതമായി Jesus and
Mercy. మనిషిలాగా పోజులు కొడతాడు, మంచి వస్తుందంటూ చెబుతాడు. మంచి కాదు సొంత కాదు, ఒకటే తాకండి దీపాలన్నీ ఆర్పేశాక. దీపాలన్నీ ఆర్పేశాక అందరి బుద్ధి ఒక్కడి బుద్ధి.
Wake up and breathe in deeper than yesterday. Take on the morning like your soul's been remade. Roll down the windows, let your cares fly away. Good things are yours to claim, you don't have to wait. All across the sky, new mercies rise, and the future's bright. This is a new day, everything bursting with hope, coming alive. This moment, you gotta freedom. No looking back anymore. Open your eyes, it's coming. This is a new day. The old is gone away, This is a new day. Don't let it slip away, Culebra. Buenos días, arriba, ¿qué pasa? Culebra, Chino Beta, Sokama, hey jolly ilo gym kanadama, hey mama, panama boy party panalama. Sokama, hey sina varu gana padalama, ni vama, ada all night rouse dama. Rock buster song ma, திருப்பி போட்டு வாங்குமா, ஏரியாடா தாங்குமா, jolly ilo gym kanadama. Sokama, hey jolly ilo gym kanadama, hey mama, panama boy party panalama. Sokama, hey sina varu gana padalama, ni vama, ada all night rouse dama. Mamacita, Lolita, Vasanda Lama, Vada Lama, Spata, Kamita, ni angaruku katu oru tata, repeata, ni lamba konjam share pannu neeta, subita, va area ke neeta mita. Google panniyo, sikkaadu en peruma, cycle gapla rocket cooker, hide and seek alma, bubble gum body ma, jolly logic kanadama. விக்கல் பண்ணா தண்ணிய குச்சிகமா.